ബംഗ്ലാദേശ് കലാപം കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു. അയൽ രാഷ്ട്രമായ ബംഗ്ലാദേശിൽ കലാപത്തെ തുടർന്ന് പ്രധാനമന്ത്രിക്ക് രാജിവെച്ച രാജ്യം വിടേണ്ട സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്ഥിതിഗതികൾ വിശദീകരിക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. തിങ്കളാഴ്ച മാത്രം ബംഗ്ലാദേശിൽ 135 പേരാണ് കൊല്ലപ്പെട്ടത്. പ്രതിഷേധക്കാരും അവാമി ലീഗ് പ്രവർത്തകരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് നടന്ന പോലീസ് വെടിവയ്പിൽ 98 പേർ മരിച്ചു. വിവിധ പരിക്കുകളോടെ 500 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിന് പിന്നാലെ അധികാരമേറ്റെടുത്ത സൈന്യം ബംഗ്ലാദേശ് പാർലമെന്റ് പിരിച്ചുവിട്ടു. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് കരസേനാ മേധാവി ജനറൽ വഖാറുസ്സമാൻ അറിയിച്ചു. അജ്ഞാത വാഹനമിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിക്ക് ദാരുണാന്ത്യം. തിരുവനന്തപുരം കരകുളം പാലത്തിന് സമീപം അജ്ഞാത വാഹനമിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിക്ക് ദാരുണാന്ത്യം. ആര്യനാട് പുതുക്കുളങ്ങര സ്വദേശി ഗീതയാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 8 മണിയോടെ സ്കൂട്ടറിൽ പേരൂർക്കട ഭാഗത്തേക്ക് പോവുകയായിരുന്ന യുവതിയെ ഏതോ വാഹനം തട്ടിവീഴ്ത്തുകയായിരുന്നു. റോഡിൽ വീണ ഗീതയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. നാട്ടുകാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ അരുവിക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് 2 പേർ മരിച്ചു. പത്തനംതിട്ട പന്തളം കൂരമ്പാല തോട്ടുകര പാലത്തിന് സമീപം 2 പേർ ഷോക്കേറ്റ് മരിച്ചു. കൂരമ്പാല അരുണോദയത്തിൽ ചന്ദ്രശേഖരൻ, PG ഗോപാലകൃഷ്ണപിള്ള എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7 മണിക്ക് ശേഷമാണ് സംഭവമുണ്ടായത്. ഇവർ ഇരുവരും ചേർന്ന് കൃഷി ചെയ്യുന്നവരാണ്. വാഴയും കപ്പയും ഉൾപ്പെടെ വിവിധ കൃഷികളുണ്ട്. പാടശേഖരത്തിൽ പന്നി കയറാതിരിക്കാൻ വൈദ്യുതി വേലി സ്ഥാപിച്ചിരുന്നു. ഈ വൈദ്യുതി ലൈനിൽ നിന്നും ഒരാൾക്ക് ഷോക്കേറ്റു. അത് കണ്ടുനിന്ന് അടുത്തയാൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. തുടർന്നാണ് ഇദ്ദേഹത്തിനും ഷോക്കേറ്റത്. ഒരാൾ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. അടുത്തയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് മരിച്ചതെന്ന് പോലീസ് പറഞ്ഞു. വയനാട് ദുരന്തം സർക്കാരിനെ വിമർശിക്കാത്തത് കോൺഗ്രസിന്റെ മൂല്യം കൊണ്ടെന്ന് കെ സുധാകരൻ. വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച പറയാത്തത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ മൂല്യം കൊണ്ടെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം വകമാറ്റി ചെലവഴിക്കില്ലെന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകണം. ഷിരൂർ ദൌത്യത്തിൽ കർണാടക സർക്കാരിനെ CPM അനാവശ്യമായി പഴിച്ചു. ദുരന്തമുഖത്ത് പോലും കൊടിയുടെ നിറം നോക്കിയാണ് CPM പ്രവർത്തിക്കുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ലാഭത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രി ചിന്തിക്കുന്നതെന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തി. ഫേസ്ബുക്കിലാണ് കെ സുധാകരൻ തന്റെ നിലപാട് അറിയിച്ചത്. ക്യാമ്പിൽ കഴിയുന്നവരെ റിസോർട്ടുകളും വീടുകളും അടക്കം ഒഴിഞ്ഞുകിടക്കുന്ന ഇടങ്ങളിലേക്ക് ഉടൻ മാറ്റും മന്ത്രി കെ രാജൻ. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായുള്ള നടപടി അതിവേഗം പുരോഗമിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നവരെ ഇവിടെ നിന്ന് ഉടൻ മാറ്റും. മേപ്പാടി പ്രദേശത്ത് ഒഴിഞ്ഞുകിടക്കുന്ന സർക്കാർ കെട്ടിടങ്ങളുടെ കണക്ക് PWD എടുക്കുന്നുണ്ട്. റിസോർട്ടുകളടക്കം മേഖലയിൽ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെയും കണക്കെടുക്കുന്നുണ്ട്. ക്യാമ്പിൽ കഴിയുന്നവരെ ഉടൻ ഇവിടങ്ങളിലേക്ക് മാറ്റും. സ്കൂളുകൾ തുറക്കുന്ന കാര്യത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ഉടൻ ചേരും. ഒരു അധ്യയന ദിവസവും നഷ്ടപ്പെടാത്ത രീതിയിൽ ക്രമീകരണം വരും. ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ തുറക്കുന്ന കാര്യം ചർച്ച ചെയ്യുമെന്നും ചൂരൽമല, വെള്ളാർമല അടക്കം തകർന്ന സ്കൂളുകളിലെ കുട്ടികളുടെ തുടർ പഠനത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു.